സുഹൃത്തുക്കളെ, മൾബറി എന്നോട് നിന്റെ ശോഭയെ കുറിച്ച് പറയും. ഈ നോവലില് ബെന്യാമിൻ ജോർജി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ആള് പറഞ്ഞ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ആള് പറഞ്ഞത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ സഞ്ചാരികൾ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ആഹാരം വലിച്ചു വാരി തിന്നുന്ന പിള്ളേരെ പോലെയാണെന്നാണ് ആള് പറയുന്നത്. കാരണം എല്ലാം കവർ ചെയ്യണം എന്നുള്ള ഒറ്റ മൈൻഡിലാണ് ഇപ്പോൾ എല്ലാ യാത്രക്കാരും യാത്രകൾ പോകുന്നത്. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടണം. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു സഞ്ചാരി യാത്രകൾ പോകേണ്ടത് അങ്ങനെയല്ല. നിങ്ങൾ ചില സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ സമയം സ്പെൻഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ആസ്വദിച്ചിട്ട് വേണം യാത്ര ചെയ്യാൻ. അല്ലാണ്ട് ആരൊക്കെയോ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ യാത്ര ചെയ്ത്, നിങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആനന്ദകരമായിട്ട് നിങ്ങൾ സ്ഥലങ്ങൾ കണ്ട് ആസ്വദിച്ച് വരാ എന്നുള്ളതായിരിക്കും യാത്രയുടെ ഉദ്ദേശം എന്നുള്ളതാണ് ഇവിടെ ജോർജ് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലും ഇത് വളരെ സത്യമല്ലേ? എല്ലാരും എവിടേക്കെങ്കിലും ഒക്കെ പോകുന്നുണ്ട്. പോവാ, 5-6 പോസ്റ്റ് ഇടുക, അല്ലെങ്കിൽ ഇനി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആൾക്കാർ ചോദിക്കും ഇപ്പൊ അവിടെ പോയില്ലേ, അത് നിങ്ങൾക്ക് വളരെ മിസ് ചെയ്തുട്ടാന്ന് പറയും. അങ്ങനല്ല, പോയ സ്ഥലത്ത് നിങ്ങൾ വാല്യുബിൾ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം. അല്ലാണ്ട് എല്ലാം കാണണം, എല്ലാം കവർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആർക്കും പറ്റില്ല. നമുക്ക് ആകെ ഒരു ജീവിതമുള്ളൂ. ഈ ജീവിതത്തിൽ എല്ലാം കാണണം എന്നൊന്നും പറയാൻ നടക്കില്ല. പക്ഷെ കണ്ട കാര്യം നമ്മളെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ.